കണ്ണാ 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 തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. അഞ്ജനവർണ്ണ കണ്ണ മഞ്ജുളരൂപ നീരജനേത്ര കണ്ണ കാഞ്ചന കണ്ണ. അഞ്ജനവർണ്ണ കണ്ണ മഞ്ജുളരൂപ നീരജനേത്ര കണ്ണ കാഞ്ചന കണ്ണ. വിടരുന്നൊരുൾപ്പൂവിൽ മധുവായി നിറഞ്ഞു നീ മധുരം മധുരം മകരന്ദ മധുരം. അഞ്ജനവർണ്ണ കണ്ണ മഞ്ജുളരൂപ നീരജനേത്ര കണ്ണ കാഞ്ചന കണ്ണ. തിരുമുടി കണ്ടാൽ മധുരം കുറുകൂന്തലാന്തോളനം മധുരം. തിരുമുടി കണ്ടാൽ മധുരം കുറുകൂന്തലാന്തോളനം മധുരം. നെറ്റിയിൽ ഹരിചന്ദന കുറി മധുരം മുരളിക ചുംബിച്ച
ചുംബിച്ച ചൊടികളിൽ മധുരം, നെറ്റിയിൽ ഹരിചന്ദനക്കുറി മധുരം, മുരളിക ചുംബിച്ച ചൊടികളിൽ മധുരം. അഞ്ജനവർണ്ണ കണ്ണ മഞ്ജുളരൂപ, നീരജനേത്ര കണ്ണ കാഞ്ചന കണ്ണ. മഞ്ഞാടമേനിയെ പുണരുന്നു മധുരം, തരിവള കാഞ്ചനം കിങ്ങിണി മധുരം. മഞ്ഞാടമേനിയെ പുണരുന്നു മധുരം, തരിവള കാഞ്ചനം കിങ്ങിണി മധുരം. വനമാല ചാർത്തിയോരാ നെഞ്ചിൽ മധുരം, അഴകോലും കണ്ണന്റെ ലീലകൾ മധുരം. വനമാല ചാർത്തിയോരാ നെഞ്ചിൽ മധുരം, അഴകോലും കണ്ണന്റെ ലീലകൾ മധുരം. അഞ്ജനവർണ്ണ കണ്ണ മഞ്ജുളരൂപ, നീരജനേത്ര കണ്ണ കാഞ്ചന കണ്ണ. വിടരുന്നൊരുൾപ്പൂവിൽ മധുവായി നിറഞ്ഞു നീ മധുരം മധുരം, മകരന്ദ മധുരം. അഞ്ജനവർണ്ണ കണ്ണ മഞ്ജുളരൂപ, നീരജനേത്ര കണ്ണ കാഞ്ചന കണ്ണ. ഗുരുവായൂരമ്പാടി കണ്ണ മണിവർണ്ണ, പൊന്നോട കുഴലൂതിയുണർത്തും ഒരു തിരുവാക ചാറ്റിൽ നിൻ അണിനെയ് കണി കണ്ടാലും കാർവർണ്ണാകതാരിൽ മോഹം തന്നെ. ഗുരുവായൂരമ്പാടി കണ്ണ മണിവർണ്ണ, പൊന്നോട കുഴലൂതിയുണർത്തും ഒരു തിരുവാക ചാർത്തിൽ നിൻ അണിനെയ് കണി കണ്ടാലും കാർവർണ്ണാകതാരിൽ മോഹം തന്നെ. പാൽക്കുടമെല്ലാം നിറയുന്നു, നറുവെണ്ണയൊരുങ്ങുന്നു, ഗോകുലമെന്നും ഉറങ്ങാതെ ഓടക്കുഴൽ വിളി തേടുന്നു. പാൽക്കുടമെല്ലാം നിറയുന്നു, നറുവെണ്ണയൊരുങ്ങുന്നു, ഗോകുലമെന്നും ഉറങ്ങാതെ ഓടക്കുഴൽ വിളി തേടുന്നു. ഓമൽ ചൊടികളിൽ നിറയും മധുരം കരുണാമൃതമാകുന്നു, ഓമൽ ചൊടികളിൽ നിറയും മധുരം കരുണാമൃതമാകുന്നു. ഗുരുവായൂരമ്പാടി കണ്ണ മണിവർണ്ണ, പൊന്നോട കുഴലൂതിയുണർത്തും ഒരു തിരുവാക ചാർത്തിൽ നിൻ അണിനെയ് കണി കണ്ടാലും കാർവർണ്ണാകതാരിൽ മോഹം തന്നെ.
നിറയുന്നു, വൃന്ദാവനി ഉണരുന്നു, മന്ദാനിരനറിയാതെ മൃദുമഞ്ജീരം ഇളകുന്നു. യമുനാ നദിയൊഴുകുന്നു, വൃന്ദാവനി ഉണരുന്നു, മന്ദാനിലനറിയാതെ മൃദുമഞ്ജീരം ഇളകുന്നു. തൃക്കാലിണകളിലഴകിലണിഞ്ഞൊരു തൃത്തളനാദം കേൾക്കുന്നു, തൃക്കാലിണകളിലഴകിലണിഞ്ഞൊരു തൃത്തളനാദം കേൾക്കുന്നു. ഗുരുവായൂരമ്പാടി കണ്ണാ മണിവർണ്ണ പൊന്നോട കുഴലൂതിയുണർത്തും ഒരു തിരുവാകച്ചാർത്തിൽ നിൻ അണിനെയ് കണി കണ്ടാലും കാർവർണ്ണാകതാരിൽ മോഹം തന്നെ. ഗുരുവായൂരമ്പാടി കണ്ണാ മണിവർണ്ണ പൊന്നോട കുഴലൂതിയുണർത്തും ഒരു തിരുവാകച്ചാർത്തിൽ നിൻ അണിനെയ് കണി കണ്ടാലും കാർവർണ്ണാകതാരിൽ മോഹം തന്നെ. കാർവർണ്ണാകതാരിൽ മോഹം തന്നെ. കാർവർണ്ണാകതാരിൽ മോഹം തന്നെ. നാമം ജപിച്ചുകൊണ്ടാവണം ശ്രീമന്നാരായണ പദം ചേരണം. കാലം കലിയുഗമല്ലയോ, കാണും വർണ്ണങ്ങളൊക്കെയും കാഞ്ചനം. നാമം ജപിച്ചുകൊണ്ടാവണം ശ്രീമന്നാരായണ പദം ചേരണം. കാലം കലിയുഗമല്ലയോ, കാണും വർണ്ണങ്ങളൊക്കെയും കാഞ്ചനം. കൃഷ്ണ കൃഷ്ണ ഹരേ മാധവ മധുസൂദന നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ ഹരേ മാധവ മധുസൂദന നാരായണ ഹരേ. മോഹമിന്നു കിളിയായി പറക്കയും മിത്രബന്ധം ഗ്രഹിക്കാതെ പോകയും എത്ര വത്സരം പാരിൽ കഴിക്കയാൽ അത്ര നാമവും ഓതിയിരിക്കണം. മോഹമിന്നു കിളിയായി പറക്കയും മിത്രബന്ധം ഗ്രഹിക്കാതെ പോകയും എത്ര വത്സരം പാരിൽ കഴിക്കയാൽ അത്ര നാമവും ഓതിയിരിക്കണം. കർമ്മമാകിൽ മുഴുക്കയും പൂജയായി എങ്കിലേ ജീവനുള്ളൂ സുഹൃതവും. കൃഷ്ണ കൃഷ്ണ ഹരേ മാധവ മധുസൂദന നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ ഹരേ മാധവ മധുസൂദന നാരായണ ഹരേ. നാമം ജപിച്ചുകൊണ്ടാവണം ശ്രീമന്നാരായണ പദം ചേരണം. കാലം കലിയുഗമല്ലയോ, കാണും വർണ്ണങ്ങളൊക്കെയും കാഞ്ചനം. മഞ്ജുളാലിന്റെ മാനസം ചൊൽകയാ കൃഷ്ണനാമവും നാരായണീയമായി. കണി കാണുന്നതഞ്ജന വിഗ്രഹം കാണും രൂപ
രൂപങ്ങളൊക്കെയും കണ്ണനും മഞ്ജുളാലിന്റെ മാനസം ചൊൽകയാ കൃഷ്ണനാമവും നാരായണീയമായി കണി കാണുന്നതഞ്ജന വിഗ്രഹം കാണും രൂപങ്ങളൊക്കെയും കണ്ണനും കാൽത്തളയും ചിലമ്പിയണയുവാൻ കാത്തു നിൽക്കയായി കാരുണ്യവാരിധി കൃഷ്ണ കൃഷ്ണ ഹരേ മാധവ മധുസൂദന നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ മാധവ മധുസൂദന നാരായണ ഹരേ നാമം ജപിച്ചുകൊണ്ടാവണം ശ്രീമന്നാരായണ പദം ചേരണം കാലം കലിയുഗമല്ലയോ കാണും വർണ്ണങ്ങളൊക്കെയും കാഞ്ചനം കൃഷ്ണ കൃഷ്ണ ഹരേ മാധവ മധുസൂദന നാരായണ ഹരേ 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 തോൽക്കുന്ന ഭംഗിയാണേ കളഭകളേബരൻ കണ്ണനെന്നും കാണുന്ന മാത്രയിൽ വിസ്മയം തൂകുന്ന വിശ്വൈക സൗഭഗം കണ്ണനെന്നും കോലക്കാർ തോൽക്കുന്ന ഭംഗിയാണേ കളഭകളേബരൻ കണ്ണനെന്നും കാണുന്ന മാത്രയിൽ വിസ്മയം തൂകുന്ന വിശ്വൈക സൗഭഗം കണ്ണനെന്നും ശ്രീവത്സം കണ്ണനു ഭംഗിയാണേ കൗസ്തുഭം തിരുമാറിൽ ശ്രീയമാണേ ശ്രീവത്സം കണ്ണനു ഭംഗിയാണേ കൗസ്തുഭം തിരുമാറിൽ ശ്രീയമാണേ ദ്വാപരയുഗത്തിലെ പ്രളയജലത്തിലെ കണ്ണനൻ സ്വന്തമാണേ ദ്വാപരയുഗത്തിലെ പ്രളയജലത്തിലെ ആനില കണ്ണനൻ സ്വന്തമാണേ കോലക്കാർ തോൽക്കുന്ന ഭംഗിയാണേ കളഭകളേബരൻ കണ്ണനെന്നും കാണുന്ന മാത്രയിൽ വിസ്മയം തൂകുന്ന വിശ്വൈക സൗഭഗം കണ്ണനെന്നും ശ്രീയഴും പിലിയും ഭംഗിയാണേ വനമാല തിരുമാറിൽ പ്രിയമാണേ ശ്രീയഴും പീലിയും ഭംഗി
ഭംഗിയാണേ വനമാല തിരുമാറിൽ പ്രിയമാണേ യദുകുല സന്ധ്യയിൽ തുളസി വനത്തിലെ ആ നീലമായനൻ സ്വന്തമാണേ യദുകുല സന്ധ്യയിൽ തുളസി വനത്തിലെ ആ നീലമായനൻ സ്വന്തമാണേ കോലക്കാർ തോൽക്കുന്ന ഭംഗിയാണേ കളഭകളേബരൻ കണ്ണനെന്നും കാണുന്ന മാത്രയിൽ വിസ്മയം തൂകുന്ന വിശ്വൈക സൗഭഗം കണ്ണനെന്നും കോലക്കാർ തോൽക്കുന്ന ഭംഗിയാണേ കളഭകളേബരൻ കണ്ണനെന്നും കാണുന്ന മാത്രയിൽ വിസ്മയം തൂകുന്ന വിശ്വൈക സൗഭഗം കണ്ണനെന്നും. അഴകോലും ഗുരുവായൂർ വാഴുന്ന കണ്ണാൻ താമരപ്പൂവിതൾ നേരായ വർണ്ണാൻ അഴകോലും ഗുരുവായൂർ വാഴുന്ന കണ്ണാൻ താമരപ്പൂവിതൾ നേരായ വർണ്ണാൻ രാധികയ്ക്കകതാരിലുണരുന്ന രാധികയ്ക്കകതാരിലുണരുന്ന കണ്ണാൻ പ്രണയവിരഹങ്ങളെ മധുരതരമാക്കുന്ന മാധവം മലർമാര കമനീയ കണ്ണാ കണ്ണാ. മഞ്ഞിൻ കണങ്ങൾ പൊഴിയുന്ന ധനുമാസ പുലരിക്കു നെറ്റിയിൽ സൂര്യോദയം കണ്ണനുണ്ണിക്കു നെറ്റിയിൽ ശ്രീതിലകം മഞ്ഞിൻ കണങ്ങൾ പൊഴിയുന്ന ധനുമാസ പുലരിക്കു നെറ്റിയിൽ സൂര്യോദയം കണ്ണനുണ്ണിക്കു നെറ്റിയിൽ ശ്രീതിലകം കരുണാകടാക്ഷം നിറഞ്ഞു നിൽക്കും ഗോപകുലരാഗലയ അതിശോഭന കരുണാകടാക്ഷം നിറഞ്ഞു നിൽക്കും ഗോപകുലരാഗലയ അതിശോഭന അഴകോലും ഗുരുവായൂർ വാഴുന്ന കണ്ണ താമരപ്പൂവിതൾ നേരായ വർണ്ണ കുഴൽവിളി ഉണരുന്ന വൈശാഖ സന്ധ്യയ്ക്കു പഞ്ചമി ചന്ദ്രോദയം കൃഷ്ണനുണ്ണിക്കു മിഴിവാർന്ന കൗസ്തുഭശ്രീ ഓടക്കുഴൽവിളി ഉണരുന്ന വൈശാഖ സന്ധ്യയ്ക്ക് പഞ്ചമി ചന്ദ്രോദയം കൃഷ്ണനുണ്ണിക്കു മിഴിവാർന്ന കൗസ്തുഭശ്രീ തിങ്കൾ കടാക്ഷം പൊഴിഞ്ഞു നിൽക്കും പവനപുര സുകൃതകര അതിമോഹന തിങ്കൾ കടാക്ഷം പൊഴിഞ്ഞു നിൽക്കും പവനപുര സുകൃതകര അതിമോഹന അഴകോലും ഗുരുവായൂർ വാഴുന്ന കണ്ണ താമര
താമരപ്പൂവിതൾ നേരായ വർണ്ണ രാധികയ്ക്കകതാരിലുണരുന്ന കണ്ണ രാധികയ്ക്കകതാരിലുണരുന്ന കണ്ണ പ്രണയവിരഹങ്ങളെ മധുരതരമാക്കുന്ന മാധവം മലർമാര കമനീയ കണ്ണ കണ്ണ ഭാഗ്യം ശ്രീ ഗുരുവായൂർ പുരേശം ഭാഗ്യം ശ്രീ ഗുരുവായൂർ പുരേശം മധുരം മായാമയമണിവേണുഗാനരസം ഭാഗ്യം ശ്രീ ഗുരുവായൂർ പുരേശം മധുരം മായാമയമണിവേണുഗാനരസം ഭക്തഹൃത്തടം വാണു വിളങ്ങും കൃഷ്ണ കാരുണ്യ സിന്ധോ വളരെ പതുക്കെ കണ്ണുകൾ തുറക്കുക. വളരെ പതുക്കെ കണ്ണുകൾ തുറക്കുക. വളരെ പതുക്കെ കണ്ണുകൾ തുറക്കുക. 2 പുഷ്പെടുക്കുക, കയ്യിൽ പിടിക്കുക, തൊഴുതിരിക്കട്ടെ. രണ്ട് പുഷ്പം കയ്യിലെടുക്കുക, തൊഴുതിരിക്കട്ടെ. കണ്ണുകൾ പൂർണ്ണമായും അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീ ദുർഗാ പരമേശ്വരി പ്രീത്യർത്ഥം അസ്മാകം സർവേഷാം സകുടുംബാനാം ക്ഷേമ സ്ഥൈര്യ വീര്യ വിജയ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധ്യർത്ഥം സമസ്ത മംഗള അവാപ്ത്യർത്ഥം. അവനവന്റെ പേര്, നക്ഷത്രം, വീട്ടുപേര് ഇതൊക്കെ ഒന്ന് മനസ്സിൽ കാണുക. എന്തുദ്ദേശത്തോടു കൂടിയാണോ ഇന്നത്തെ ദിവസം നമ്മൾ ഈ മഹാദേവിയുടെ മുന്നിൽ ദേവി പ്രസാദത്തിന് വേണ്ടി ഇരിക്കുന്നത്, അമ്മയോട് ആ കാര്യത്തെക്കുറിച്ച് പറയുന്നതായി മനസ്സിൽ കരുതുക. ഇനി ഈ സങ്കല്പത്തിന്റെ പൂർത്തീകരണം മമ ശ്രീ പാർവതി പരമേശ്വര പ്രസാദേന സർവ ആപദ് നിവൃത്തിയർത്ഥം സകലബാധാ നിവൃത്തിയർത്ഥം സർവ അഭീഷ്ട ഫല വ്യാപ്തിയർത്ഥം ധർമ്മ അർത്ഥ കാമ മോക്ഷ ചതുർവിധ ഫലപുരുഷാർത്ഥ സിദ്ധ്യർത്ഥം സർവൈശ്വര്യ പൂജാം കരിഷ്യേ. ആ പുഷ്പം വിളക്കിന്റെ അടിഭാഗത്തേക്ക്, വിളക്ക് ഉയർത്തേണ്ടതില്ല, വിളക്കിന്റെ അടിഭാഗത്തേക്ക് ഇടുക. വീണ്ടും 2 പുഷ്പം കയ്യിലെടുക്കുക. നേരത്തെ ഇരുന്നത് പോലെ തന്നെ കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. കൈകൾ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ.
ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കൃഷ്ണായ സദാശിവായ ഓം ഉമായേ നമഃ. ഓരോ മന്ത്രം ചൊല്ലുന്ന സമയത്തും വിളക്കിന്റെ അടിയിലേക്ക് ഓരോ പുഷ്പം അർപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. ഓം ഭാരതീ നമഃ. ഓം സർവഗദായേ നമഃ. ഓം ഗൗരേ നമഃ. ഓം വാരാഹ്യേ നമഃ. ഓം സർവഗദായേ നമഃ. ഓം കമലപ്രിയായേ നമഃ. ഓം സരസ്വത്യേ നമഃ. ഓം കമലായേ നമഃ. ഓം മായായേ നമഃ. ഓം മാതംഗേ നമഃ. ഓം അപരായേ നമഃ. ഓം അജായേ നമഃ. ഓം ശാകംഭര്യേ നമഃ. ഓം ശിവായേ നമഃ. ഓം നമഃ ശിവായ. ഓം ചണ്ഡേ നമഃ. ഓം കുണ്ഡല്യേ നമഃ. ഓം വൈഷ്ണവ്യേ നമഃ. ഓം ക്രിയായേ നമഃ. ഓം ക്രിയൈ നമഃ. ഓം ഐന്ദ്രേ നമഃ. ഓം മധുമത്യേ നമഃ. ഓം ഗിരിജായേ നമഃ. ഓം സുഭഗായേ നമഃ. ഓം അംബികായേ നമഃ. ഓം നമഃ ശിവായ. ഓം താരായേ നമഃ. ഓം പദ്മാ. ഓം അപർണായേ നമഃ. ഓം ലളിതായേ നമഃ. ഓം ധാത്രീ നമഃ. ഓം കുമാരീ നമഃ. ഓം നമഃ. ഓം ത്രിനേത്രായേ നമഃ. ഓം വിശ്വരൂപിണ്യേ നമഃ. ഓം ആര്യായേ നമഃ. ഓം മൃഡാന്യേ നമഃ. ഓം ഹ്രീങ്കാര്യേ നമഃ. ഓം ക്രോധിന്യേ നമഃ. ഓം സുദിനായേ നമഃ. ഓം അചല. ഓം ജ്വാലിന്യേ നമഃ. ഓം മാലിന്യേ നമഃ. ഓം നമഃ ശിവായ. ഓം ചർച്ചായേ നമഃ. ഓം കാമാക്ഷി നമഃ. ഓം കാമിനി നമഃ. ഓം നമഃ ശിവായ. ഓം പ്രഭായേ നമഃ. ഓം മദനസുന്ദര്യേ നമഃ. ഓം വാഗീശ്വരീ. ഓം കാള്യേ നമഃ. ഓം മഹേശ്വരീ നമഃ. ഓം ഭൈരവ്യേ നമഃ. ഓം ചൊല്ലുക. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വര യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. അപരാധ സഹസ്രാണി
ക്രിയന്തേ അഹർനിശമ്മയാ ദാസോഹമിതി മാം മത്വാ ക്ഷമസ്വ കരുണാനിധേ. നമ്മളെല്ലാവരും മനസ്സുകൊണ്ടൊന്ന് കൈലാസത്തിലേക്ക് പോകുന്നതായി സങ്കല്പിക്കുക. മഞ്ഞുമൂടിയ കൈലാസ മലനിരകളെ നാം കണ്ടുകൊണ്ടിരിക്കുക. നാം കൈലാസത്തിലേക്ക് നടന്നു പോവുകയാണ്. ആ കൈലാസത്തിലിരിക്കുന്ന പാർവതീ പരമേശ്വരന്മാരെ, ഗണപതി ഭഗവാനെ, സുബ്രഹ്മണ്യദേവനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മനസ്സുകൊണ്ട് കൈലാസത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം ചെയ്യുന്നതായി നാം അറിയുക. ശംഭോരുദ്ര മഹാദേവ, ശങ്കരരുദ്ര മഹാദേവ, ശിവശിവരുദ്ര മഹാദേവ, ഹര ഹര രുദ്ര മഹാദേവ, ശംഭോരുദ്ര മഹാദേവ, ശങ്കരരുദ്ര മഹാദേവ, ശിവശിവരുദ്ര മഹാദേവ, ഹര ഹര രുദ്ര മഹാദേവ, ശംഭോരുദ്ര മഹാദേവ, ശങ്കരരുദ്ര മഹാദേവ, ശിവശിവരുദ്ര മഹാദേവ, ഹര ഹര രുദ്ര മഹാദേവ. ആ പുഷ്പം വിളക്കിന്റെ അടിയിലേക്ക് ഇടുക. ആ വിളക്കിൽ അർച്ചിച്ചെടുക്കുന്ന കുറച്ച് പുഷ്പം എടുക്കുക. അർച്ചിച്ചതിൽ നിന്ന് കുറച്ച് പുഷ്പം. നമ്മുടെ ഹൃദയത്തിൽ എഴുന്നേറ്റുള്ള ദൈവിക ശക്തി തന്നെയാണ് വിളക്കിന്റെ മുന്നിലേക്ക് പോയിരിക്കുന്നത്. ആ ശക്തിയെ തിരിച്ച് ഹൃദയത്തിലേക്ക് എടുക്കേണ്ടതുണ്ട്. ആ പുഷ്പം നന്നായിട്ടൊന്ന് വാസനിക്കുക. എന്നിട്ട് ആ ഇലയുടെ താഴത്തെ ഭാഗത്ത് അത് ഇട്ടോളൂ. ഇനി ആ അർച്ചിച്ച പൂവെല്ലാം ഇലയിലേക്ക് വാരിയിട്ടോളൂ. അത് നിങ്ങൾക്ക് പ്രസാദമായി വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ആ കടലാസടക്കം പൊതിഞ്ഞു വെച്ചോ. ഇലയെടുത്ത് അതിനകത്തുള്ള പുഷ്പം കടലാസടക്കം പൊതിഞ്ഞു വെച്ചോളൂ. നെറ്റിപ്പട്ടണം സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീ നന്ദനം സദാ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമ്മളുടെ ക്ഷേത്രം തന്ത്രിയും ഒരാളിനുമായ ബ്രഹ്മശ്രീ വാസുദേവൻ തിരുമേനി ഏറ്റുവാങ്ങുകയാണ്. ആ ചടങ്ങിന് വേണ്ടി ക്ഷണിക്കുക. നമ്മളെ നെറ്റിപ്പട്ടം എല്ലാവർക്കും ഇപ്പോഴും കാണാം. ക്ഷേത്രത്തിലേക്കുള്ള പ്രാർത്ഥനയായിട്ട് തന്നതാണ്. സ്നേഹപൂർവ്വം ക്ഷേത്ര കമ്മിറ്റി അത് സ്വീകരിക്കുകയാണ്. നമ്മളുടെ തന്ത്രിയും ഒരാളിനും അത് ഏറ്റുവാങ്ങി നമുക്ക് സമർപ്പിക്കുകയാണ്. വലിയ ഒരു ചടങ്ങാണ് ഉത്തരങ്കാട്ടിൽ നടന്നത്. അതിന് വന്ന എല്ലാ ഭക്തജനങ്ങളെയും
ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലിരിക്കുന്ന നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരാളനും തന്ത്രിയുമായ ശ്രീ വാസുദേവൻ തിരുമേനി സ്വാഗതം ചെയ്യുന്നു. കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തെയും ഞാൻ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഷെറിൻ കൂട്ടേരി, സജീഷ് കുമാർ കൊട്ടിയൂർ ദേവസ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഹരീഷൻ തിരു ഈ ക്ഷേത്രത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞങ്ങളെ നാട്ടുകാരുടെ പേരിലും ഞാൻ പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരി എൻ്റെ ഗുരുനാഥൻ ശ്രീ മോഹനൻ കൊട്ടിയൂർ സാറാണ്. മോഹനൻ കൊട്ടിയൂർ സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം. അതേപോലെ നമ്മുടെ കൂടെ കുറേ കാലം ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പിട്ട് അമ്പലത്തിൻ്റെ ഇവിടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അതേപോലെ ശ്രീ നാരായണൻ ദിനേശൻ തിരുമേനി, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പ്രിയങ്കരനായ നീളാമംഗലപുരം ക്ഷേത്രം സെക്രട്ടറി ശ്രീ മനോജൻ CP, വൈസ് പ്രസിഡന്റ്, ഇവരെല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളെ ഈ പരിപാടി എൻ്റെ രക്ഷാധികാരി ശ്രീ ഭാസ്കരൻ മാഷ് ക്ഷണിച്ചുകൊള്ളും. നമ്മളുടെ മഹൽ വ്യക്തികൾ നമ്മളുടെ പരിപാടി അല്പം താമസിച്ചു പോയെങ്കിലും അവരൊക്കെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചു. സ്വാഗത ഭാഷണം നിർവഹിച്ച രാമങ്കലപുരം മാധ്യമണ്ഡപം സ്പിരിച്വൽ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റിയുമായിട്ട് ദർശനവും നേതൃത്വവും നൽകി വരുന്ന ആരാധ്യനായ ആലച്ചേരി ഹരികൃഷ്ണൻ നമ്പൂതിരി, ഗംഗാധരൻ ആചാരി ഉൾപ്പെടെയുള്ള ഇഷ്ട വ്യക്തിത്വങ്ങളെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഒരു പ്രധാന ഘട്ടത്തിൽ വളരെ വിശേഷമായ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് സമൂഹത്തിൻ്റെ ക്ഷേത്രങ്ങൾ, സമൂഹാത്മ ചൈതന്യം, ഉയർച്ചയും താഴ്ചയുമുള്ളപ്പോഴാണ് പ്രവാഹം ഉണ്ടാകുന്നത്, ഉയർച്ചയും താഴ്ചയുമുള്ളപ്പോഴാണ് പ്രയാണം ഉണ്ടാകുന്നത്. അപ്പോൾ പലവഴി സമുദ്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ അവസാനിക്കുന്നു. കാരണം സമുദ്രത്തിൽ പിന്നെ കാരണങ്ങളും ആ പേനങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സുദിനത്തിൽ നമ്മളുടെ നീളാമംഗലപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ഈ മണ്ണിൽ വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായ ഒരു മഹൽ വ്യക്തികളുടെ ഒരു നിര തന്നെ ഞങ്ങൾ ക്ഷണിക്കുകയുണ്ടായി. കാരണം നമ്മളുടെയൊക്കെ ഒരു സൗഭാഗ്യമാണ് അത്. ഇതിലുള്ള പലരെയും നമുക്ക് കൂടുതൽ പരിചയമില്ല, പക്ഷേ പല സന്ദർഭങ്ങളിലായി പല വേദികളിലായി നമ്മൾ അവരുടെ പേരുകൾ കേട്ടിട്ടുണ്ട്. അവരെയൊക്കെ ഇവിടെ എത്തിക്കാനും നമ്മളുടെ ഈ പരിപാടിക്ക് അനുഗ്രഹാശിസുകൾ നൽകുന്നതിനു വേണ്ടി അവർ തയ്യാറായി വന്നതിൽ ആദ്യമായി അവരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരോട് സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഇവിടെ നമുക്കൊരു മുഖ്യ പ്രഭാഷകനായിട്ട് എത്തിച്ചേർന്നത് വളരെ പ്രസിദ്ധനായ ഒരു പ്രഭാഷകനാണ് VS മോഹനൻ അവർകൾ കൊട്ടിയൂർ. ഒരുപാട് മേഖലകളിൽ നമുക്ക് പ്രഭാഷണങ്ങൾ നൽകിയിട്ടുള്ള അദ്ദേഹം, അതേപോലെ തന്നെ നമുക്കെല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് നമ്മളുടെ മുന്നിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ക്ഷേത്രം തന്ത്രിയും ഒരാളനുമായ ശ്രീ വാസുദേവൻ തിരുമേനി അവർകളാണ്. അദ്ദേഹത്തെയും അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മൾ ക്ഷണിച്ചിട്ട് കൂടി എത്തിച്ചേർന്ന അനിൽ തിരുവങ്ങാട്, അതേപോലുള്ള മഹൽ വ്യക്തികളെയൊക്കെ ഈ വേദിയിൽ വെച്ച് ആദരിക്കാനുള്ള ഒരു സൗഭാഗ്യം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു പ്രയാസമുള്ളത് നമ്മളുടെ എല്ലാ പരിപാടികളിലും
നമ്മൾ ക്ഷണിച്ചാൽ വരികയും നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരികയും ചെയ്തിരുന്ന കൊട്ടിയൂർ തന്ത്രിയുടെ ധർമ്മപത്നി ഇന്നിവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞതായിരുന്നു. ചെറിയ ഒരു പ്രയാസം വന്നതുകൊണ്ട് അവർക്ക് വരാനും കഴിഞ്ഞില്ല. മാത്രമല്ല കൃഷ്ണൻ തിരുമേനി ഇവിടെ തന്ത്രി, കൊട്ടിയൂർ തന്ത്രി കുറച്ച് മുമ്പേ ഇവിടെ വന്നിരുന്നു. ഒരു 10 മിനിറ്റ് സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് നമ്മളെ ഒരു ചെറിയ പ്രഭാഷണം നടത്തണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ ചില പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സാന്നിധ്യം അറിയിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂടെ വന്നിട്ട് പോയി. തിരുമേനിമാരും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ചെറിയൊരു പ്രയാസം, അവരുടെ ധർമ്മപത്നിക്ക് വന്ന പ്രയാസം കൊണ്ട് തന്നെ അവർക്കും അതിൻ്റെതായ ചെറിയ ഒരു വിഷമം ഉള്ളത് കൊണ്ട് കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കാൻ പ്രയാസമുണ്ടെന്ന് പറയുകയുണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹവും പെട്ടെന്ന് പോയത്. പിന്നെ നമുക്കിവിടെ രാവിലെ 8:30 മുതൽ വളരെ ഗംഭീരമായ രീതിയിൽ നമ്മളുടെ ഒരു സർവൈശ്വര്യ പൂജയുടെ ഒരു കാര്യം നടത്തി തന്ന നമ്മളുടെ ആദരണീയനായ എല്ലാ മേഖലകളിലും നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് തന്നതിന് മുൻപ് പല പ്രാവശ്യം നമുക്കിവിടെ പിന്നെ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് സഹായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്ന ഹരീഷ്ണൻ ആലച്ചേരി തിരുമേനിയെയും ഒരു ചെറിയ ഒരു 10 മിനിറ്റ് സമയം നമ്മളുടെ ക്ഷേത്ര താന്ത്രിക കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് സംസാരിച്ച് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരെയും അതേപോലെ തന്നെ നമ്മളുടെ ഏത് സമയത്തും നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന 2 മഹൽ വ്യക്തികളാണ് നാരായണൻ തിരുമേനിയും അതുപോലെ തന്നെ ദിനേശൻ തിരുമേനിയും. നമ്മളിത് ബാലാലയത്തിലായതിന് ശേഷം നമ്മൾ തീരുമാനിച്ചത് എല്ലാ ഞായറാഴ്ചകളിലും നട തുറക്കാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ചില വിശേഷ ദിവസങ്ങൾ വരുമ്പോഴൊക്കെ ദിനേശൻ തിരുമേനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രയാസമുണ്ടായാലും അദ്ദേഹം വരികയും നമ്മളെ ആ കാര്യങ്ങളിലൊക്കെ സഹായിക്കുകയും ചെയ്യാറുണ്ട്. ഒപ്പം അവർക്ക് സഹായമായി നാരായണൻ തിരുമേനിയും ഉണ്ണിക്കുട്ടൻ തിരുമേനിയും ഒക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളുടെ കൂടെ ഉള്ളത് സജേഷ്, ഇവിടെ കൊട്ടിയൂരിൻ്റെ ഭക്തജന സമിതിയുടെ ഒരു ആളാണ്. അദ്ദേഹത്തെയും ഇവിടെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മളുടെ ഈ പരിപാടിക്ക് നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു നാണിയമ്മ. നമ്മളൊക്കെ ഈ ക്ഷേത്രത്തിൽ വരുന്നതിന് മുമ്പേ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രധാന കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഈ ക്ഷേത്രം ബാലായ്മയിലേക്ക് മാറ്റുന്നതിൻ്റെ സമയം വരെയും അതിനുശേഷവും പല സന്ദർഭങ്ങളിലും നമുക്ക് വേണ്ടിയിട്ട് സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളതാണ്. അവരെയും നമ്മൾ ഈ സന്ദർഭത്തിൽ ഇവിടെ വെച്ചിട്ട് ആദരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരാ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വ്യക്തികളെയും നമ്മളുടെ ആദരണീയനായ തന്ത്രി ആദരിക്കുകയാണ്. അതിൻ്റെ ചടങ്ങിലേക്കാണ് പോകുന്നത്. അതിനുശേഷമായിരിക്കും VSRൻ്റെ ഏറ്റവും നല്ല ഒരു ആധ്യാത്മിക പ്രഭാഷണം നമുക്ക് കിട്ടുന്നത്. അതിനു മുമ്പ് തിരുമേനി, ആലച്ചേരി തിരുമേനിയുടെ ഒരു ക്ഷേത്ര സംബന്ധമായ കുറച്ച് കാര്യങ്ങളും അതുപോലെ അനിൽ തിരുവങ്ങാടും അതുപോലുള്ള ബാക്കിയുള്ള മഹൽ വ്യക്തികളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് 2 വാക്ക് സംസാരിക്കും. മുഖ്യ പ്രഭാഷണം നടത്താൻ അതിനുശേഷം ആദരണീയനായ VSനോട് അഭ്യർത്ഥിക്കുന്നതായിരിക്കും. ആദ്യമായി നമ്മളുടെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഈ ശ്രീ PS മോഹനൻ കൊട്ടിയൂർ, കേരള ആധ്യാത്മിക നേരത്തെ ഇവിടെ സർവൈശ്വര്യ പൂജ ഭംഗിയായി നടത്തിയിരുന്ന തിരുമേനിയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു സായാഹ്നത്തിൽ വന്നിട്ട്
നമുക്ക് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ തിരുവങ്ങാടുള്ള അനിൽ തിരുവങ്ങാട് നല്ല ഒരു ആധ്യാത്മിക പ്രഭാഷകനാണ്. അണ്ടല്ലൂർ സീനിയർ ബേസിക് സ്കൂൾ യോഗാചാര്യനാണ്. കൂടാതെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ തൊട്ടടുത്ത കൊല്ലംപറ്റ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നാഗാരാധനയെക്കുറിച്ചുള്ള ഒരു മനോഹരമായ പ്രഭാഷണം നടത്തി നമ്മളെയൊക്കെ അനുഗ്രഹിച്ച ശ്രീ അനിൽ തിരുവങ്ങാട് അവരുടെ ആദരപൂർവ്വം ഈ പരിപാടിക്ക് ക്ഷണിക്കുന്നു. നാരായണൻ തിരുമേനിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും സഹായിയായും ഏത് സന്ദർഭത്തിലും നമ്മളുടെ ക്ഷേത്രത്തിൻ്റെ പരിപാടിക്ക് വന്ന് നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒന്നുമില്ലാണ്ട് ഈ പ്രതിഷ്ഠയുടെ ചുറ്റിലും കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടി ആദ്യത്തെ തുടക്കം അവിടുന്ന് ആയിരുന്നു. അതിനുശേഷം കാലങ്ങൾ കടന്നുപോയി, ചൈതന്യ ലോപമുണ്ടായി, ആൾക്കാർ വരവ് കുറഞ്ഞു. ഇപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായി അനവധി ആൾക്കാർ ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങി എന്നുള്ളത് നമ്മുടെ വിജയമാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഓരോ സമയത്തും ഇവിടെ നിന്ന് പല തീർത്ഥയാത്രകൾ നടത്തുകയും ആ തീർത്ഥയാത്രയിൽ നിന്ന് കിട്ടുന്ന ബാലൻസ് കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ പണി കുറച്ചെങ്കിലും തീർക്കാൻ വേണ്ടി സാധിച്ചത്. അത് നമ്മളെല്ലാവരും ഓർമ്മിക്കേണ്ടതാണ്. ഇനി അടുത്ത കാര്യം, നമ്മളൊരു മഹായജ്ഞത്തിലേക്ക് കിടക്കുകയാണ്. ഏപ്രിൽ മാസത്തില് ഏറ്റവും വലിയ നവീകരണത്തിന് സാക്ഷ്യം കുറിക്കാൻ നിളാമംഗലത്ത് നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് ആ നവീകരണത്തെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് നയിക്കേണ്ടതുണ്ട്. അതിന് ഒരുപാട് പദ്ധതികൾ നമുക്ക് ആവശ്യമാണ്. സാധാരണ പോലെയല്ല. ഒരു നവീകരണം 11 ദിവസമാണ്. ആ 11 ദിവസം ആളും അർത്ഥവും നമുക്ക് വേണം. ആളും അർത്ഥവും എന്ന് പറയാൻ എന്താ? ആളും അർത്ഥവും എന്ന് കേട്ടിട്ടില്ലേ? ഒന്ന് പണം വേണം, രണ്ടാമത് ആൾക്കാരുടെ സാന്നിധ്യം വേണം. എന്നാലേ നമുക്കിത് വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. വലിയ ഒരു യുവജനോത്സവം വരുമ്പോ ആ യുവജനോത്സവത്തിന് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുക എന്ന് നമ്മളിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഒരു യുവജനോത്സവം വരുന്ന സമയത്ത് ആ യുവജനോത്സവത്തിന് ഏറ്റവും ആദ്യം വേണ്ടത് വലിയ സ്വാഗത സംഘമാണ്, അല്ലെ? വലിയ സ്വാഗത സംഘം ഉണ്ടാക്കും. ആ സ്വാഗത സംഘത്തിന് ചെയർമാൻ ഉണ്ടാവും, ജനറൽ കൺവീനർ ഉണ്ടാവും, പിന്നീട് വൈസ് ചെയർമാൻമാരുണ്ടാവും, ജോയിന്റ് കൺവീനർമാരുണ്ടാവും, ട്രഷറർ ഉണ്ടാവും. അത് മാത്രമല്ല, അതിന് പിന്നീടുള്ളത് സബ് കമ്മിറ്റി വിഭാഗങ്ങൾ ഉണ്ടാവും. അതിൽ ജലവിതരണത്തിനൊരു കമ്മിറ്റി ഉണ്ടാവും, കറണ്ടിന് മറ്റൊരു കമ്മിറ്റി ഉണ്ടാവും, ഫുഡ് അതിന് വേറൊരു കമ്മിറ്റി ഉണ്ടാവും, ധനകാര്യം നോക്കാൻ വേണ്ടി വേറൊരു കമ്മിറ്റി ഉണ്ടാവും. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏകദേശം 15ഓളം കമ്മിറ്റികൾ ചേർന്ന് ചെയർമാന്റെയും ജനറൽ കൺവീനറെയും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ആ വലിയ ഉത്സവം വിജയിപ്പിക്കുക. അപ്പൊ നമുക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഏതാവശ്യമാണ്? 10-15 തരത്തിലുള്ള കമ്മിറ്റികൾ നമുക്ക് ആവശ്യമാണ്. അതിൽ മാതൃസമിതി, വളരെ ശക്തമായ മാതൃസമിതി ഉണ്ടാവണം. പൂജാകാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി അത് അറിയുന്ന ആൾക്കാരുണ്ടാവണം. ജലവിതരണത്തിനായി വേറെ ആൾക്കാരുണ്ടാവണം. ഗതാഗതം, ഇവിടെ ഇന്ന് തന്നെ ഇത്രയധികം ആൾക്കാർ വന്നപ്പോ വണ്ടി പാർക്കിങ്ങിന് സൗകര്യം കിട്ടിയില്ല. കണ്ടല്ലോ, റോഡ് മുഴുവൻ വണ്ടിയാ. അപ്പൊ ഗതാഗതത്തിനുള്ള സംവിധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ ഇലക്ട്രിസിറ്റി, അത് പ്രധാനപ്പെട്ട ഘടകമാണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഉത്സവം വരുമ്പോ, നമ്മുടെ നവീകരണം വരുന്ന സമയത്ത് നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതിനാരൊക്കെയാണ് വേണ്ടത്? ഒരു
സാധാരണഗതിയിൽ നമുക്കൊരു കാറ് കിട്ടിയാൽ ആ കാറ് ഓടിക്കാൻ വേണ്ടി പറ്റുമോ? ആ കാറിന് പല ഘടകങ്ങളുണ്ട്. ഒരു കാർ എടുത്ത് ഓടിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ 4 ടയറുകൾ നല്ല ടയറാവണം. പിന്നീട് അതിന് ഓയില് വേണം, വേണ്ടേ? ഓയില് മാത്രം ഉണ്ടായി ഓടുവോ? നല്ല ബാറ്ററി ഉണ്ടാവും. ബാറ്ററിയും ഓയിലും ടയറും കിട്ടിയാൽ ഓടുവോ? ഇല്ല. അത് ഓടിക്കാൻ പറ്റുന്ന ഡ്രൈവർ ഉണ്ടാവും. ഇങ്ങനെ വ്യത്യസ്ത ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഒരു വലിയ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കുക. അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ഉത്സവമാക്കി ഇതിനെ മാറ്റാൻ വേണ്ടി സാധിക്കും. ഞാൻ ഇന്നലെ ചെറുവാഞ്ചേരി പോയ സമയത്ത് ചെറുവാഞ്ചേരിയിൽ നിന്ന് ഒരമ്മ എന്നോട് പറഞ്ഞു, നിളാമംഗലത്ത് പോകുന്നില്ലേ എന്ന് എന്നോട് ആദ്യം ചോദിച്ചു. ഒരു വിവാഹത്തിന് പോയപ്പോ ചോദിച്ചതാ, ഏറ്റവും ആദ്യം ചോദിച്ചു, നിളാമംഗലത്ത് പോകുന്നില്ലേ? ഞാൻ പറഞ്ഞാൽ ഉണ്ടെന്ന്. അവരിന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ നിളാമംഗലത്ത് പോകുന്നില്ലേ ചോദിച്ചപ്പോ അവരിന്ന് വന്നു എന്ന് മാത്രമല്ല, ഞാനും എത്തിപ്പെട്ടു. അതൊരു വലിയ ഒരു സംഭവം തന്നെയാണ്. ഇതിന് വേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് നമുക്കൊരു ദിവസം ഇതേപോലെ ഒരു മീറ്റിംഗ് കൂടി ഓരോരുത്തരും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന രീതിയിൽ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഒറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇന്ന് മുതൽ ഒരു 100 പേജ് നോട്ട് ബുക്ക് എടുക്കുക, എന്നിട്ട് എഴുതാൻ തുടങ്ങുക. എന്തെന്ന്? ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം, ലിഖിത ജപ യജ്ഞം ഏറ്റവും ആദ്യം തുടക്കം കുറിക്കണം. ആ ലിഖിത ജപ യജ്ഞം കൊണ്ടാണ് എല്ലാ ക്ഷേത്രങ്ങളും ഈ തരത്തിലുള്ള നവീകരണത്തെ എല്ലാം വിജയിപ്പിച്ചിരിക്കുന്നത്. ആ ലിഖിത ജപയജ്ഞത്തിന് പ്രാധാന്യം കൊടുക്കണം. ഓരോ ഗൃഹത്തിൽ നിന്ന് ഓരോരുത്തരെങ്കിലും ആ മന്ത്രം എഴുതാൻ വേണ്ടി സാധിക്കണം. ഒരേ സമയം എഴുതുകയും ഒരേ സമയം പറയുകയും ഒരേ സമയം വായിക്കുകയും ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. നമ്മുടെ ശരീരത്തിന് മാറ്റം ഉണ്ടാവും, നമ്മുടെ ഗൃഹത്തിന് മാറ്റം ഉണ്ടാവും, പ്രപഞ്ചത്തിന് മാറ്റം ഉണ്ടാവും. അങ്ങനെ മാറ്റം ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിന്റെ നവീകരണം ഉത്തരോത്തരം അഭിവൃദ്ധിയിൽ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഇത് ആമുഖമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി ചെറിയൊരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് എന്റെ വാക്കുകൾക്ക് വിരാമുള്ളൂ. ഇവിടെ പ്രതിഷ്ഠ എന്തൊക്കെയാ? ഒന്ന് ഉറക്കെ പറയുമ്പോ. രാവിലത്തെ ഉപ്മാവെല്ലാം തീർന്നില്ലേ? ഇനി ഉച്ചക്കുള്ള ചോറാണ് നമ്മുടെ ലക്ഷ്യം. കണ്ട, അപ്പൊ കൃഷ്ണനുമുണ്ട് ദേവിയുമുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ആൾക്കാർ. ഗണപതി പിന്നെ എപ്പോഴും ഉള്ളതാ ഇവരുടെ കൂടെ തന്നെ. അപ്പൊ എന്താണ് കൃഷ്ണനും ദേവിയും ഒരുമിച്ച് വന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. വേണ്ടേ? എന്താണ് കൃഷ്ണനും ദേവിയും ഒരുമിച്ച് വന്നത്? ഇവരെങ്ങനെയാ ഒരുമിച്ച് വരാൻ സാധ്യതയുള്ളത്? പണ്ട് കൈലാസം എന്നുള്ള സ്ഥലത്തെ കുറിച്ച് അറിയാലോ. കൈലാസത്തില് ശിവനുണ്ട്, പാർവതിയുണ്ട്, ഗണപതിയുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്. ഈ 4 പേരും ശിവകുടുംബം എന്നുള്ള രീതിയിൽ ഒരുമിച്ച് താമസിക്കുക. അങ്ങനെ താമസിക്കുന്ന സമയത്ത് ശിവനും പാർവതിയും ഒരു പകിട കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ശിവപാർവതിമാരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർവതി മഹാദേവനോട് പറഞ്ഞു, മഹാദേവ, ഞാൻ ആണായിട്ട് ജനിക്കാൻ വേണ്ടി പോവുകയാണ്. ആരായിട്ടാ ജനിക്കുന്നത്? ഞാൻ ആണായിട്ട് ജനിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ മഹാദേവൻ പറഞ്ഞു, നീ ആണാവുമെങ്കിൽ ഞാൻ പെണ്ണാവും. അപ്പൊ ഇവർ തമ്മിൽ ചെറിയൊരു പന്തയം വെക്കുക. പന്തയം വെക്കുന്ന സമയത്ത് പാർവതി ആണായിട്ട് അവതരിക്കും, പരമേശ്വരൻ പെണ്ണായിട്ട് അവതരിക്കും. ഈ കഥ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ലേ. പാർവതി ആണായിട്ട് അവതരിച്ചതാണ് കൃഷ്ണൻ, പരമേശ്വരൻ പെണ്ണായിട്ട് അവതരിച്ചതാണ് രാധ. ഇത് ശിവമഹാപുരാണത്തില് ഈ കഥ സൂചിപ്പിച്ചിട്ടുണ്ട്. കൃഷ്ണന്റെ നിറം കറുപ്പാണ്, പാർവതിയുടെ നിറം കറുപ്പാണ്.
കൃഷ്ണന്റെ മന്ത്രം എന്ന് പറയുന്നത് ക്ലീം എന്നാണ്, പാർവതിയുടെ മന്ത്രം എന്ന് പറയുന്നത് ക്ലീം എന്നാണ്. മനസ്സിലായല്ലോ? ഈ പാർവതി തന്നെയാണ് കാളിയായിട്ട് മാറിയിരിക്കുന്നത്, ദുർഗയായിട്ട് മാറിയിരിക്കുന്നത്, ഹൈമവതിയായി മാറിയിരിക്കുന്നത്, ശാകംബരിയായി മാറിയിരിക്കുന്നത്, ശതാക്ഷിയായി മാറിയിരിക്കുന്നത് എല്ലാം പാർവതി തന്നെയാണ്. പാർവതിയുടെ ഭിന്ന ഭിന്ന അവതാരങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് കൃഷ്ണനും പാർവതിയും തമ്മിലുള്ള ബന്ധം. ഇതാണ് കൃഷ്ണനും ദേവിയും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് ഇവരെവിടെയാണോ ഒരുമിച്ചുള്ളത് അത്രയും വലിയ ശക്തിയാണ് ഉണ്ടാവുക. ആ ശക്തിയുടെ സാന്നിധ്യത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. ഇപ്പൊ വലിയ പവറുള്ള ഒരു പ്രദേശമാണ് ഈ പാർവതി കൃഷ്ണന്മാരുടെ സാന്നിധ്യം ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. അതുകൊണ്ട് തന്നെ ഈ നവീകരണ കലശത്തെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രയത്ന പദ്ധതി നമുക്ക് രൂപീകരിക്കാൻ വേണ്ടി സാധിക്കണം. അത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിദ്രാഭയ മൈഥുനാനി സാമാന്യമേതത് പശുഭിർനരാണാം ജ്ഞാനം ഹി തേഷാം അധികോ വിശേഷ ജ്ഞാനേന ഹീന പശുഭിർ സമാനം. ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും മറ്റ് ജൈവവൃത്തികളിലൊക്കെ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളത് എല്ലാ ജീവികളും ചെയ്യുന്ന കാര്യമാണ്. മനുഷ്യരാകട്ടെ, മൃഗങ്ങളാകട്ടെ, കടൽ ജീവികളാകട്ടെ, ആകാശചാരികളായ ജീവികളാകട്ടെ, എല്ലാ ജീവജാലങ്ങളും ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ കാര്യങ്ങൾ തന്നെ മനുഷ്യനും ചെയ്യാനാണെങ്കിൽ, എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ മനുഷ്യനും ചെയ്യാനാണെങ്കിൽ, എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം മനുഷ്യനും ചെയ്യാനാണെങ്കിൽ മനുഷ്യനായിരിക്കണം എന്ന് പ്രത്യേകിച്ച് നിർബന്ധമില്ലല്ലോ. ഏതെങ്കിലും ജീവിയായിരുന്നാൽ പോലെ. അപ്പോൾ എന്താണ് മനുഷ്യനായിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്നൊരു ചോദ്യം ആണ് ഈ ശ്ലോകത്തിൻ്റെ ആദ്യ പകുതി, പൂർവാർദ്ധം നമ്മളോട് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരമാണ് ഉത്തരാർദ്ധം നമുക്ക് പറഞ്ഞു തരുന്നത്. ജ്ഞാനം ഹി തേഷാം അധികോ വിശേഷ ജ്ഞാനേന ഹീന പശുഭിർ സമാനം. ജ്ഞാനമാണ്, അറിവാണ് മനുഷ്യനെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അറിയുക എന്നുള്ളതാണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യം. അപ്പൊ അറിവിലേക്കുള്ള പ്രയാണം, അതിനാരാണോ ഉദ്യമിക്കാതിരിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികൾ ഇതര ജീവജാലങ്ങളുടെ തരത്തിൽ മാത്രം നിലകൊള്ളുന്നു എന്നാണ് ഈ ശ്ലോകം നമുക്ക് അർത്ഥമാക്കി തരുന്നത്. അപ്പോൾ മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ആ അറിയുക എന്നതിലേക്കുള്ള പ്രയാണമാണ് മനുഷ്യന്റെ ജീവിത പ്രയാണം. ഇത് പറയുമ്പോൾ എന്താണ് അറിയേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഉത്ഭവിക്കും. എന്താണ് അറിയേണ്ടത് എന്ന് ചോദിച്ചാൽ എല്ലാം അറിയുക എന്നാണ് ഉത്തരം. എല്ലാം അറിയാൻ നമുക്ക് സാധിക്കുന്നു. മനുഷ്യന്റെ പരിമിതമായ ജീവിതം മാത്രമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ അപരിമിതമായതെല്ലാം എങ്ങനെയാണ് അറിയാൻ കഴിയുക എന്ന ചോദ്യത്തിന്റെ ഉത്തരം തേടി അന്വേഷിക്കുമ്പോൾ ആണ് നമ്മൾ ആധ്യാത്മികതയിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഹ്രസ്വമാണ്. കവി പറയും, വെറുതെ കളയായിക സമയം മനുഷ്യായുസ്സറിയുക കമിഴ്ത്തിയ കുടത്തിലെ നീർ പോലെയല്ലോ. കമിഴ്ത്തിയ കുടത്തിലെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണ്? അത് നിമിഷ നേരം കൊണ്ട് ഇല്ലാതാവും. അതുപോലെയാണ് മനുഷ്യന്റെ ജീവിത പ്രയാണം. അതുകൊണ്ട് ഈ പരിമിതമായ ജീവിതം കൊണ്ട് എല്ലാം അറിയുക എന്നുള്ളത് എങ്ങനെയാണ് സാധ്യമാവുക? അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തറിയില്ല. അപ്പോൾ എങ്ങനെയാണ് പരിമിതനായ മനുഷ്യൻ അപരിമിതമായതെല്ലാം അറിയാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം തേടിയുള്ള യാത്രയാണ്. ഓരോന്നോരോന്നായി, 1 by 1 ആയി ഈ ലോകത്തിലെ, ഈ പ്രപഞ്ചത്തിലെ, ഈ ജീവിതത്തിലെ സകലതും അറിയാൻ നമ്മൾ ശ്രമിച്ചാൽ ആ ഓരോന്നോരോന്നിലെ ആദ്യത്തെ ഒന്നുപോലും അറിഞ്ഞു തീർക്കാൻ നമ്മുടെ ജീവിതം മതിയാവുകയില്ല. അപ്പോൾ എങ്ങനെയാണ് എല്ലാം അറിയുക എന്ന് ചോദിച്ചാൽ, കണക്ക് പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി ഒരു സൂത്രവാക്യം പഠിച്ചു കഴിഞ്ഞാൽ ആ സൂത്രവാക്യത്തിന്റെ പരിധിയിലുള്ള എല്ലാ കണക്കും അവന് വശമാവുന്നത് പോലെ ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനും ഒരു സൂത്രവാക്യമുണ്ടെങ്കിൽ, സകലതിനും ഒരു പൊരുളുണ്ടെങ്കിൽ,
സകലതിനും ഒരാധാരമുണ്ടെങ്കിൽ ആ ഒന്നറിഞ്ഞാൽ എല്ലാം അറിവാകുമല്ലോ. അപ്പോൾ ഈ പരിമിതമായ ജീവിതത്തിനുള്ളിൽ നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്നത് എല്ലാറ്റിനും ആധാരമായ ഒന്നുണ്ടെങ്കിൽ, എല്ലാറ്റിനും സൂത്രവാക്യമായ ഒന്നുണ്ടെങ്കിൽ, എല്ലാറ്റിനും പൊരുളായ ഒന്നുണ്ടെങ്കിൽ ആ ഒന്നറിയുക എന്നുള്ളതാണ്. നമ്മുടെ പുരാണങ്ങളിൽ വളരെ രസകരമായ ഒരു ചോദ്യമുണ്ട്, വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമുണ്ട്. യുധിഷ്ഠിരൻ നാരദനോട് ചോദിക്കുകയാണ്, കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞതാം ഭവതി. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഈ ചോദ്യം. ഭഗവാനെ യാതൊന്നറിഞ്ഞാലാണ് എല്ലാം അറിയാൻ കഴിയുന്നത്, ആ ഒന്ന് എനിക്ക് പറഞ്ഞു തരുന്നത്. ഇതാണ് ബുദ്ധിപൂർവമായ ചോദ്യം. ഈ ലോകത്തുള്ള എല്ലാറ്റിനും ആധാരമായ ഒന്നുണ്ടെങ്കിൽ ആ ഒന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിവായി തീരുമെങ്കിൽ ആ ഒന്നിനെ അറിയാനാണ് നമ്മുടെ ഈ ഹ്രസ്വമായ പരിമിതമായ ജീവിതത്തിനുള്ളിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന കാര്യം. ആ അറിവിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ജീവിതയാത്ര. ആ യാത്ര നാം എവിടെ നിന്നാണ് പുറപ്പെടേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് പ്രശ്നം. ആ യാത്രയുടെ വഴി ഏതാണെന്ന് ചോദിക്കുമ്പോഴാണ് പ്രശ്നം. അത് പ്രതിജന ഭിന്നമാണ്, ഓരോ വ്യക്തികളെയും അനുസരിച്ച് മാറിയിരിക്കും. കാരണം നമ്മൾ ഏത് വഴിക്ക് യാത്ര ചെയ്യണം, ലക്ഷ്യം നിർവചിച്ചു കഴിഞ്ഞു, ഏത് വഴിക്ക് യാത്ര ചെയ്യണം എന്നുള്ളത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതനുസരിച്ചാണ് വഴി നിർണ്ണയിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തങ്ങളായ തലത്തിലും നിൽക്കുന്ന മനുഷ്യർക്ക് പ്രയാണം ചെയ്യാൻ വ്യത്യസ്തങ്ങളായ പന്ഥാവുകളുണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ. അങ്ങനെയുള്ള നിരവധിയായ പന്ഥാവുകളിൽ സാധാരണക്കാരായ മനുഷ്യരെ കൂടി കൈപിടിച്ച് വഴിതെറ്റാതെ വീഴ്ച സംഭവിക്കാതെ ഉത്കൃഷ്ടമായ ജീവിത ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന ആ പ്രയാണപഥത്തിൽ വീഴ്ച സംഭവിക്കാതെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളായിട്ടാണ് ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്ന, വീഴ്ചയിൽ നിന്ന് സംരക്ഷിക്കുന്ന സംവിധാനങ്ങളായി ക്ഷേത്രങ്ങൾ സംരചിക്കപ്പെട്ടുള്ളത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഒന്ന് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. കവി പാടിയതുപോലെ കന്യാകുമാരി ക്ഷിതി ആദിയായി ഗോകർണാന്തമായി തെക്കുവടക്കു നീളെ അന്യോന്യം അമ്പാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം എന്ന് കവി വർണ്ണിച്ച ഈ കൊച്ചു കേരളത്തിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ, ഗ്രാമങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് അനുഭവവേദ്യമാകുന്ന ഒരു വസ്തുതയുണ്ട്. എവിടെയൊക്കെയാണോ ഗ്രാമക്ഷേത്രങ്ങൾ ചൈതന്യധന്യമായി നിലകൊള്ളുന്നത്, ആചാരക്രമങ്ങൾ പരിപാലിക്കപ്പെട്ട് ആ ക്ഷേത്രത്തിന്റെ ഭൗതിക ഘടന പൂർണ്ണമായും സംരചിക്കപ്പെട്ട് യഥോചിതമായ രീതിയിൽ പരിപാലിക്കപ്പെടുന്ന ചൈതന്യ സ്ഥിരാകേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങൾ ഏതേതെല്ലാം ഗ്രാമങ്ങളിലാണോ പരിലസിക്കുന്നത്, ആ ഗ്രാമങ്ങളിലൊക്കെ ആ ക്ഷേത്ര ചൈതന്യം ആ ഗ്രാമങ്ങളിലെ വ്യക്തികളുടെ മുഖത്ത്, വീടുകളുടെ പൂമുഖത്ത്, സ്ഥാപനങ്ങളിലെ ഒക്കെ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എവിടെയൊക്കെയാണോ ക്ഷേത്രങ്ങൾ തകർന്നടിഞ്ഞ് ആചാര ലോപം സംഭവിച്ച്, ക്ഷേത്രങ്ങളുടെ ഘടനയ്ക്ക് ലോപം സംഭവിച്ച് ജീർണിച്ച് നിലകൊള്ളുന്ന, അവിടെയൊക്കെ ആ ജീർണതയും ആ ചൈതന്യ ലോപവും സമൂഹത്തിൽ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ നാടിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് നേരിട്ട് അനുഭവവേദ്യമാകുന്ന ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ, ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷതാതുത്രായതീതി ക്ഷേത്രം, ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നതാണ് എന്ന് അടിവരയിട്ടുറപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളെ പരിപാലിക്കുകയും ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിന്റെ ഗൗരവതരമായ ഉത്തരവാദിത്വമാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ ശാസ്ത്രങ്ങൾ സമന്വയിച്ചിട്ടുള്ള വിശിഷ്ടമായ ഒരു സംവിധാനമാണ്. ലളിതമായി പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ഒരു ഘടന എന്താണെന്ന് ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ പറയാൻ ശ്രമിച്ചാൽ അതൊരു കമ്പ്യൂട്ടർ പോലെയാണെന്ന് പറയുന്നത്. സാധാരണ നല്ലൊരു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അതിൻ്റെ കാണാനും തൊടാനും കഴിയുന്ന ഭാഗത്തെ നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയും, അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ. കാണാനും തൊടാനും കഴിയാത്ത അതിൻ്റെ പ്രവർത്തന പദ്ധതിയെ സോഫ്റ്റ്വെയർ എന്ന് പറയും. അതിലൂടെ അനുഭവവേദ്യമാകുന്ന പ്രവർത്തന പദ്ധതി സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് കാണാനും തൊടാനും കഴിയുന്ന അതിൻ്റെ ഭൗതിക ഘടന ഹാർഡ്വെയർ ആണ്.
ഈ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പോലെ ക്ഷേത്രത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ക്ഷേത്രത്തിന്റെ ആ ഭൗതിക ഘടനയാണ്, ബിൽഡിംഗ് സ്ട്രക്ചറാണ്, അതാണ് അതിന്റെ ഹാർഡ്വെയർ. ആ ഭൗതിക ഘടനയോടുകൂടി സംരചിക്കപ്പെടുന്ന ക്ഷേത്ര ശില്പത്തിൽ സാന്നിധ്യം ചെയ്യുന്ന ദേവതാ ചൈതന്യം എന്ന് പറയുന്നത്, ആ ദേവതയെ സാന്നിധ്യപ്പെടുത്തുന്ന പ്രക്രിയ എന്ന് പറയുന്നത്, അതതിന്റെ സോഫ്റ്റ്വെയർ ആണ്. കാണാനും തൊടാനും പറ്റാത്ത, നമുക്ക് അനുഭവവേദ്യമാകുന്ന അതിന്റെ പ്രവർത്തന പദ്ധതിയാണ് അതിന്റെ സോഫ്റ്റ്വെയർ. ഈ ഹാർഡ്വെയറിനെയാണ് ശില്പം എന്ന് പറയുന്നത്, ഈ സോഫ്റ്റ്വെയറിനെയാണ് തന്ത്രം എന്ന് പറയുന്നത്. പ്രകാരം ശില്പശാസ്ത്രവും തന്ത്രശാസ്ത്രവും സമന്വയിക്കുന്നതാണ് ക്ഷേത്രം. അതുകൊണ്ട് ക്ഷേത്രത്തെ ഒരു മനുഷ്യനോടും ഉപമിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ശരീരത്തോട്. ദേഹോ ദേവാലയ പ്രോക്ത ജീവോ ദേവ സദാശിവ. ദേഹം എന്ന് പറയുന്നത് ദേവാലയം തന്നെയാണ്. ദേവാലയം ദേഹമാണ്. ആ ദേവാലയമാകുന്ന ദേഹത്തിൽ കുടികൊള്ളുന്ന ജീവചൈതന്യമാണ് ആ ദേവതാ സാന്നിധ്യമായിട്ടുള്ള ഈശ്വര ചൈതന്യം. അപ്പോൾ ദേവതയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നതിന് യഥോചിതമായ ഘടനയോടുകൂടിയ ക്ഷേത്രശില്പം, ക്ഷേത്ര സൗധം അവിടെ ഉണ്ടാകണം. ക്ഷേത്രത്തിൽ നടക്കാൻ പോകാൻ അടുത്ത വെള്ളിയാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ വാമട കയറ്റിലാണ് ദേവീക്ഷേത്രത്തിന്റെ വാമട കയറ്റിലാണ് അടുത്ത ശനിയാഴ്ച. മുഹൂർത്തം വെള്ളിയാഴ്ച 21 നവംബർ 21-ാം തീയതി. അപ്പോൾ സമയം 8:20 മുതൽ 9:20 വരെയാണ്. ആ സമയത്ത് എല്ലാവരും ഇവിടെ സംഗീതരാവാനും ആ മഹൽകർമ്മത്തിൽ പങ്കെടുക്കാനും പ്രത്യേകം എല്ലാവരെയും ഈ അമ്പലത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മാത്രവുമല്ല, നമുക്ക് നേരത്തെ ഹരീഷ്ണേട്ടൻ പറഞ്ഞതുപോലെ ഒരു മഹായജ്ഞമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. നവീകരണം എന്ന് പറയുന്നത് ഒരു മഹായജ്ഞമാണ്. ആ യജ്ഞത്തിൻ്റെ ഭാഗമാവാനും അതിൽ പങ്കാളികളാവാനും അതേപോലെ അത് ഭംഗിയായി നടത്തണമെങ്കിൽ നമുക്കൊരു നല്ലൊരു കൂട്ടായ്മ, ഒരു കമ്മിറ്റി അതുണ്ടാവണമെങ്കിൽ നമ്മളെല്ലാവരും ഒരു ഒത്തൊരുമയോടുകൂടി, ഒരു മനസ്സോടുകൂടി നമ്മളെല്ലാവരും ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. അതിനു വേണ്ടി ഒന്ന് ഒത്തുചേരാൻ വേണ്ടി ഡിസംബർ 7-ാം തീയതി രാവിലെ 9 മണിക്ക് നമ്മളെല്ലാവരും ഒന്ന് ഒത്തുകൂടി നമുക്കൊരു അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ഹരീഷ്ണേട്ടൻ തരും. നമ്മളെല്ലാവരും ഉണ്ടാവും. എല്ലാവരും അത് പങ്കെടുക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. നമസ്തേ. ോടുകൂടിയാണ് ഈ ഒരു പരിപാടിക്ക് ഇവിടെ എത്തിയത്. കാരണം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വരുന്ന സമയത്ത് ആ ഭാഗത്ത് ആ സമയത്തോടെ ബാലാട്ടനാണെന്ന് തോന്നുന്നു പ്രസിഡന്റ് അല്ലേ, ബാലാട്ടൻ നടന്ന സമയത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് ആ സ്ഥിതി മാറിയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ക്ഷേത്രം എത്തിക്കഴിഞ്ഞു. ഇത് കാണുന്ന സമയത്ത് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ഹരിയേട്ടനും മോഹൻജിയും നമ്മുടെ വാസുദേവൻ നമ്പൂതിരിയും ഒക്കെ തന്നെയും ക്ഷേത്രകാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രം ഉണ്ടായാൽ മാത്രം പോരാ, ആ ക്ഷേത്രം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും സഹായങ്ങൾ ആവശ്യമുണ്ട്. ആ ക്ഷേത്രത്തെ നന്നായി പരിപാലിക്കണമെങ്കിൽ നമ്മളും ഇവിടുത്തെ കാര്യങ്ങൾ, ആചരണങ്ങൾ അറിഞ്ഞ് നമുക്ക് പെരുമാറാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ആ ആചരണങ്ങളാണ് ധർമ്മത്തിന് പ്രഭാവം ഉണ്ടാക്കുന്നത്. ആ പ്രഭാവമുണ്ടാക്കുന്ന ധർമ്മമാണ് നമ്മളെയൊക്കെ നന്നായി സംരക്ഷിക്കുന്നത്. അപ്പൊ ആ ധർമ്മത്തിന് പ്രഭാവം ഉണ്ടാകണമെങ്കിൽ ആചരണങ്ങൾ അറിഞ്ഞ്, ശാസ്ത്രീയമായിട്ട് അറിഞ്ഞ് ആചരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ധർമ്മത്തിന് പ്രഭാവം ഉണ്ടാകുന്നത്. ആചാര്യന്മാർ പറയാറുണ്ട്, ആചരണാത് പ്രഭവോ ധർമ്മ, ധർമ്മസ്യ പ്രഭവോ ചുതഹ എന്ന് പറയാറുണ്ട്. ആചരണത്തിൽ കൂടിയാണ് ധർമ്മത്തിന് പ്രഭാവം ഉണ്ടാകുന്നത്. ആ പ്രഭാവം ഉണ്ടാകുന്ന ധർമ്മമാണ് നമ്മയൊക്കെ ഒന്നായി നന്നായി രക്ഷിക്കുന്നത് എന്ന് പറയാം.
ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ തന്നെയും ആചരണങ്ങൾ ഇന്ന് കുറഞ്ഞു വരികയാണ്. ഇപ്പൊ നാമം ചൊല്ലുന്ന എത്ര വീടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാനും വിരലെണ്ണാവുന്ന വീടുകൾ മാത്രമേ സന്ധ്യാസമയത്ത് നാമം ചൊല്ലുന്ന വീടുകളായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ആചരണങ്ങള് ശുദ്ധമായിട്ട് മനസ്സിലാക്കി അത് വേണം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കുട്ടികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആചരണങ്ങൾ ആദ്യം പഠിക്കണം നമ്മൾ, എങ്കിൽ മാത്രമേ കുട്ടികൾ അത് കണ്ട് പഠിക്കൂ, അല്ലെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. കുട്ടികൾ എപ്പോഴും എന്താണ് ഒബ്സർവേഷൻ മൈൻഡുള്ള ആളുകളാണ് കുട്ടികൾ. എപ്പോഴും അവരെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത് നോക്കിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ക്ഷേത്ര ആചരണങ്ങളൊക്കെ തന്നെ ഏതാണ് നമ്മളും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. മുമ്പേ ഗമിക്കും ഗോവ് തന്റെ ബാക്കി എന്താ, പിമ്പേ ഗമിക്കും ബഹുഗോക്കളല്ല. മുമ്പ് പോകുന്ന ആൾക്കാർ എന്താണോ ചെയ്യുന്നത് അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. തലശ്ശേരി പോയില്ലേ നിങ്ങള് ഇല്ലേ? അടുത്ത ആൾക്കാരുടെ മേലെ ഒരു കാര്യം കണ്ടിട്ടില്ലേ? എന്താ കണ്ടത്? ആ ഇല്ലേ, എന്തിനു വേണ്ടിയിട്ടാ? ഇതാണ് പ്രശ്നം. അപ്പോൾ നമ്മളെ തന്നെ പല വിധത്തിലുള്ള ആചരണങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് നമ്മള് കുങ്കുമോ കുറിയോ എന്തൊക്കെ തൊടും അല്ലേ? എന്തിനാ തൊടുന്നത്? മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം ഏതാ? മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം അല്ലേ? അപ്പൊ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ നിങ്ങളായി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളും എന്താണ് അത് തന്നെയാണ് പഠിക്കുക. അപ്പൊ ഒരു സ്കൂളിൽ ഒരു ടീച്ചർ മാത്തമാറ്റിക്സിന്റെ ടീച്ചറാണ്, ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ ആ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതൊക്കെ കഴിഞ്ഞ് ടീച്ചർ കുട്ടികളോട് ചോദ്യം ചോദിച്ചു. ഒരു വിദ്വാനോട് ഒരു ചോദ്യം ചോദിച്ചു. ടീച്ചർ ചോദിച്ചു, എടാ നിന്റെ അച്ഛനെ ഞാൻ 50 രൂപ കടമായിട്ട് കൊടുത്തു. എന്തായിട്ടാ കൊടുത്തത്? കടമായിട്ട് കൊടുത്തു. എത്ര രൂപ? 50 രൂപ. ഓരോ മാസം 10 രൂപ വെച്ചിട്ട് 5 മാസം ഞാൻ തിരിച്ചു വാങ്ങിച്ചാൽ ആ അച്ഛന്റെ കയ്യില് എത്ര പൈസ ബാക്കി ഉണ്ടാകും എന്ന് ചോദിച്ചു ടീച്ചർ. എത്രയുണ്ടാകും? എത്രയുണ്ടാവും? അത് മലയാളത്തിൽ രണ്ടാമത്തെ അക്ഷര എത്രയുണ്ടാവുക? 50 രൂപ കൊടുത്തു, 10 രൂപ വെച്ചിട്ട് ഓരോ മാസം വാങ്ങിച്ചു 5 മാസം. അപ്പൊ അച്ഛൻ്റെ കയ്യിൽ എത്രയുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പൊ ടീച്ചർ ചോദിച്ചു കുട്ടിയോട്. അപ്പോ ഈ വിദ്വാൻ പറഞ്ഞു അച്ഛന്റെ കയ്യില് 50 രൂപ ഉണ്ടാവും എന്ന് പറഞ്ഞു. ടീച്ചർക്ക് നല്ല ദേഷ്യം വന്ന ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആ കുട്ടിയെ ശകാരിച്ചു. ഇനിയൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വൈകുന്നേരം ടീച്ചർ പറഞ്ഞു. ടീച്ചർ അങ്ങനെ ദേഷ്യം പിടിച്ചിങ്ങനെ വിറക്കുകയാണ്. അപ്പൊ ടീച്ചർ ദേഷ്യമൊക്കെ കഴിഞ്ഞ സമയത്ത് ഈ കുട്ടി ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ടീച്ചർക്ക് കണക്കറിയാം പക്ഷെ അച്ഛന്റെ സ്വഭാവം അറിയില്ല എന്നാണ്. എന്താണ് അച്ഛന്റെ സ്വഭാവം? എന്താ? വാങ്ങിയാ കൊടുക്കൂല അല്ലേ? ആര് കണ്ടുപിടിച്ചു? മക്കള് കണ്ടുപിടിച്ചു അല്ലേ? ഇതേപോലെയാണ് നമ്മൾ എന്താണോ ആചരിക്കുന്നത് അത് ശാസ്ത്രീയമായിട്ട് നമുക്ക് അറിയാനും അത് പറഞ്ഞു കൊടുക്കാനും സാധിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെയുള്ള അപകടങ്ങൾ സംഭവിക്കും. അപ്പൊ അത് അറിഞ്ഞ് ആചരിക്കണം നമ്മളെ. അപ്പൊ ക്ഷേത്രങ്ങളുണ്ട്, ഉത്സവങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള സംവിധാനം ആ ക്ഷേത്രത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏതുപോലെയാകും? ആ കുട്ടിയെ പോലെയാണ് ഇല്ലേ? അപ്പൊ അതും ഉണ്ടായിരിക്കണം അതിന്റെ കൂടെ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ക്ഷേത്രത്തെ വേണ്ട രീതിയിൽ പരിപാലിക്കാനും അടുത്ത തലമുറയ്ക്ക് നമുക്കത് കൈമാറ്റം ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഏതായാലും നമ്മളൊരു മനുഷ്യ ജന്മത്തിലെ ഈ ഭൂമിയിൽ നമ്മൾ പറന്നു ഇല്ലേ? എത്രയോ ജന്മങ്ങൾ എടുത്തിട്ടാണ് നമുക്കൊരു മനുഷ്യജന്മം കിട്ടുന്നത് അല്ലേ? അപ്പൊ ആ ഒരു മനുഷ്യജന്മം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഈ ജന്മത്തിൽ നമ്മൾ എന്ത് വേണം? ആ ഒരു സാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞു 4 പുരുഷാർത്ഥങ്ങളിൽ കൂടി നമ്മുടെ ജീവിതത്തെ കടത്തി വിടണം എന്ന് പറഞ്ഞു. എന്താ 4 പുരുഷാർത്ഥം?
ഏതാണ്? ധർമ്മ അർത്ഥ കാമ മോക്ഷം എന്ന് പറയുന്നത് അല്ലേ? ഒന്ന് നമ്മൾ പറഞ്ഞു ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ ധാരണ ഇത് ധർമ്മം, ധരിക്കുന്നത് കൊണ്ട് ഇത് ധർമ്മമാണ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ എന്ത് ധരിക്കണം? നല്ല നല്ല മൂല്യങ്ങളെ ധരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ നല്ല മൂല്യങ്ങളെ ധരിച്ചുകൊണ്ട് നല്ലൊരു മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴേ നല്ല മൂല്യങ്ങൾ ധരിച്ച് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആരായിട്ട് മാറുന്നുള്ളൂ? നല്ല മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നുള്ളൂ ഇല്ലേ? നിങ്ങളൊക്കെ മനുഷ്യരല്ലേ? ആണോ? അല്ലെ പിന്നെ മറ്റേതിനെ നാൽക്കാലി എന്ന് വിളിക്കും പോലെ നിങ്ങൾ എന്ത് വിളിക്കേണ്ടി വരും? ഇരുകാലി എന്ന് വിളിക്കേണ്ടി വരും അല്ലേ? അപ്പോ അങ്ങനെ മനുഷ്യനായിട്ട് നല്ല മനുഷ്യനായിട്ട് മാറണം. അപ്പൊ എന്താ മനുഷ്യൻ എന്ന് പറഞ്ഞാല്? ഞാൻ പോട്ടെ. എന്താ മനുഷ്യൻ എന്ന് പറഞ്ഞാല്? മോഹൻജിനായിട്ട് പറയാം, മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ അല്ലേ? അപ്പൊ മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്ന സമയത്ത് എന്തിനെ കുറിച്ചാണ് നമ്മൾ മനനം ചെയ്യേണ്ടത്? നമ്മുടെ മുന്നിൽ എന്താ ഉള്ളത്? ജീവിതമേ ഉള്ളൂ അല്ലേ? ആ ജീവിതത്തെ കുറിച്ച് നമുക്ക് മനനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ലഘുയോഗ വാസിഷ്ഠത്തില് ആ വസിഷ്ഠ മഹർഷി രാമനോട് പറയുന്നുണ്ട്, രാമ, മനനം ചെയ്യാത്തവൻ എങ്ങനെയാണ്? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും അല്ലേ? ആ ജീവിതത്തെ കുറിച്ച് മനനം ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ജീവിതം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ജീവിതത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഈ 4 പുരുഷാർത്ഥങ്ങളിൽ കൂടെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ പടി എന്ന് പറയുന്ന ബേസ് എന്ന് പറയുന്ന ധർമ്മമാണ്. ആ ധർമ്മത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പൊ ആ ധർമ്മത്തെ നമ്മൾ പരിപാലിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ആചരണങ്ങൾ ഉണ്ടായിരിക്കണം. ആ ആചരണങ്ങൾ കൂടിയാണ് ധർമ്മത്തിന് പ്രഭാവം ഉണ്ടാകുന്നത്. ആ പ്രഭാവം ഉണ്ടാകുന്ന ധർമ്മമാണ് നമ്മെ ഒക്കെ നന്നായി രക്ഷിക്കുന്നത്. അതുകൊണ്ട് ആചാര്യന്മാർ പറഞ്ഞു, ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ആ ധർമ്മവും രക്ഷിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ധർമ്മം നമ്മൾ ശരിക്കും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ ചുരുക്കി പറയാണ്. അടുത്തത് അർത്ഥമാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എന്താ അർത്ഥം എന്ന് പറഞ്ഞാല്? സമ്പത്താണ് അല്ലെ? അപ്പൊ ആ സമ്പത്ത് നമുക്ക് ഇഷ്ടം പോലെ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അത് കഠിനമായിട്ടുള്ള പരിശ്രമം കൊണ്ട് വേണം. ഒരാളെ ചതിച്ചുകൊണ്ടോ വഞ്ചിച്ചുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? സമ്പത്ത് ഉണ്ടാക്കേണ്ടത്. അപ്പോ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ ആ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം ഇതേപോലെയുള്ള ക്ഷേത്രങ്ങൾക്ക്, ദാനകർമ്മങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്ന് ആചാര്യന്മാര് പറയുന്നുണ്ട്. പൈസ കൂട്ടിക്കൂട്ടി വെച്ചോണ്ടുന്ന കാര്യമുണ്ടോ? ഇല്ല. വരുമ്പോ ഒന്നും കൊണ്ടുവന്നില്ല, പോകുമ്പോ ഒന്നും കൊണ്ടുപോകുന്നുമില്ല ഇല്ലേ? അപ്പോ ആ പൈസ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ദാനകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്നാണ് പറയുന്നത്. ഗരുഡ പുരാണത്തിൽ ഒരു ശ്ലോകമുണ്ട്. അതത്ത ദാനാച്ച ഭവേ ദരിദ്രോ ദരിദ്ര ഭാവേച്ച കരോതി പാപം പാപപ്രഭവാ നരകേ പ്രയാതി പുനർദരിദ്ര പുനരേവ പാപി എന്ന് പറയും. അപ്പൊ അതത്ത ദാനാച്ച ഭവേ ദരിദ്രം. നിങ്ങൾ ദാനകർമ്മങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരായിട്ട് മാറും? ദരിദ്രനായിട്ട് നിങ്ങൾ മാറും. ആ ദാരിദ്ര്യം നിങ്ങളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും. ആ പാപത്തിന്റെ ഫലമായിട്ട് വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും ചെയ്യേണ്ടി വരും. അതിനനുസരിച്ച് വീണ്ടും ജന്മം എടുക്കേണ്ടതായിട്ട് വരും, അത് തീർക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ? എന്നാണ് ശങ്കരാചാര്യ മറ്റേ ഈ ഭജഗോവിന്ദത്തിൽ പറയുന്നത്. പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേശയനം. കേട്ടില്ലേ? അപ്പൊ വീണ്ടും നമുക്ക് ആ ചക്രത്തിൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? തിരിഞ്ഞ് കളിക്കേണ്ടി വരും. നമുക്ക് എന്തുണ്ടാവില്ല? ഒരു ഗതിയും വരഗതിയും ഉണ്ടാവില്ല ഇല്ലേ? അപ്പോ ആ ധനം കൊണ്ട് നമുക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. നല്ല കാര്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ദരിദ്രരായിട്ട് മാറും എന്നാണ് പറയുന്നത്. കാരണം നാളെ എന്ന് വെച്ച് നീട്ടാൻ വേണ്ടി പാടില്ല ഒന്നും. ആചരണമായാലും കൊടുക്കേണ്ടതായി കഴിഞ്ഞാലും നാളെ കൊടുക്കാമെന്ന് പറയാൻ വേണ്ടി പാടില്ല. കാരണം എന്താ കാരണം? നാളെ നമ്മൾ ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പറ്റുമോ? കാരണം ഉള്ളിലേക്ക് കിടന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത്രയേ ഉള്ളൂ നമ്മുടെ ആയുസ് ഇല്ലേ? ഭജഗോവിന്ദത്തിലെ ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്, നളിനീന്ദളഗത ജലമതി തരളം തത്വജീവിത അതിശയ ചബലം വിദ്യുത്മാനഭിമാനഗ്രസ്തം ലോകം ശോകഹിതം ച സമസ്തം. നളിനി ദളഗത ജലമതി തരളം. താമരയുടെ ഇതളുകളില് വെള്ളത്തുള്ളികൾ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അല്ലേ? കാറ്റടിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളത്തുള്ളികൾ എപ്പോഴാണ് നിലം പതിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത്രയേ ഉള്ളൂ മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ചൈതന്യം ഉത്തരോത്തരം വർദ്ധിച്ച് ഒരു മഹാക്ഷത്രമായിട്ട് മാറാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നന്ദി.
നമസ്കാരം. അച്ഛൻ്റെ അനുജൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ക്ഷേത്രത്തിലെ തന്ത്രി ആയ വാസുദേവൻ നമ്പൂതിരിയുടെ അച്ഛനാണ് എൻ്റെ അച്ഛൻ്റെ അനുജൻ. ആ അച്ഛൻ മുമ്പേ ഏട്ടൻ്റെ മകനാണ് ഞാൻ. ഈ വെന്റിലേറ്റർ ഇല്ലക്കാരുടെ പൂർവികമായിട്ടുള്ള ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രം ഇത്രയും ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഉയർന്നു കാണുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആനന്ദവും കുളിർമയുണ്ട്. അപ്പം നിങ്ങളോട് കൂടി എന്ത് വിഷയത്തിന് വേണ്ടിയും ഞങ്ങളുടെ ഈ വെന്റിലേറ്റർ ഇല്ലാത്ത കുടുംബത്തിലുള്ള എല്ലാവരും ഞങ്ങൾ എപ്പോഴും ബാധ്യസ്ഥനാണ്. ഈ ക്ഷേത്രത്തിന് വേണ്ടി എന്തും ഞങ്ങളുടെ മനസ്സുകൊണ്ടും സാമ്പത്തികമായും എല്ലാം ഞങ്ങൾ കഴിയുന്നത് ചെയ്യാണ്. ഈ സമയത്ത് ഇത്രയും എനിക്ക് പറയാൻ വാക്കുകൾ വരുന്നുള്ളൂ. ആ ജഗദീശ്വരൻ്റെ അനുഗ്രഹം ക്ഷേത്ര ഈശ്വരന്മാരായ ഞങ്ങൾക്കും ഈ നാട്ടിലുള്ള ഭക്തജനങ്ങൾക്കും ഭഗവാൻ കനിഞ്ഞണിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. സർ, രാജേഷ് സർ, ഗംഗാധരൻ ആചാര്യൻ, ഷെറിൻ കൂറ്റേരി, ക്ഷേത്രത്തിലേക്ക് നെറ്റിപ്പട്ടം സമർപ്പിച്ച ദേവാംഗന, അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച നമ്മുടെ രക്ഷാധികാരി ഭാസ്കരൻ മാഷെ, മുൻകാല ക്ഷേത്ര പരിപാലകയായിട്ടുള്ള നാണയത്തി, രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ, ക്ഷേത്രത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന മാതൃസമിതി പ്രവർത്തകർ, ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും എന്റെ പേരിലും ക്ഷേത്രത്തിന്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു.